ലാലേട്ടനെ കുറിച്ച് ഞങ്ങൾക്ക് ലാലേട്ടനെ അറിയാം, പക്ഷെ അറിയാത്ത ഏതെങ്കിലും 3 കാര്യങ്ങൾ ഒന്ന് പറയാമോ? അല്ല, ഇത് അറിയാത്ത കാര്യങ്ങളാണ് എന്നൊന്നുമല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ എൻ്റെ ജീവിതത്തിനെയാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. ശരിക്കും ഞാൻ എൻ്റെ ജീവിതം ഒരു 20 വയസ്സ് പ്രായമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മോഹൻലാൽ സാറിൻ്റെ അടുത്ത് ആദ്യം വണ്ടി ഓടിക്കാൻ പോയതാണ്. ഞാൻ വണ്ടി ഓടിക്കാൻ പോയി ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ ഞാൻ ലാൽ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാർ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഓർക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ലാൽ സാർ എന്താ ആൻ്റണി ഇങ്ങനെ ചോദിക്കുന്നത്, നമ്മൾ ഇത്രയും ദിവസത്തെ പരിചയമുള്ളവരല്ലേ? തീർച്ചയായിട്ടും ഞാൻ ആൻ്റണീനെ എൻ്റെ ഓർമ്മയിലുണ്ടാകുമെന്നു. അങ്ങനെ ഷേഖാൻ്റെ കൊടുത്ത് ഞാൻ പോയി. കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷം ഞാനും എൻ്റെ സുഹൃത്ത് വലയം കൂടി മോഹൻലാൽ സാറിൻ്റെ ഒരു ഷൂട്ടിംഗ് കാണാൻ ചെന്നത് 3-ാം മുറ എന്ന് പറയുന്ന ഷൂട്ടിങ്ങാണ്. അപ്പോൾ ആ ഷൂട്ടിംഗ് സ്ഥലത്ത് ഭയങ്കര ക്രൗഡും ആൾക്കാരും അകത്തേക്ക് കയറാൻ പറ്റാത്ത പോലെ ഒരു സ്ഥലത്ത് ഞാൻ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ലാൽ സാർ എപ്പോഴാണ് എന്നെ കാണുന്നതെന്ന് നോക്കി ഞാനിങ്ങനെ ഇടയിലൂടെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ലാൽ സാർ ആരോ ഇങ്ങോട്ട് തിരിഞ്ഞ് കൈ കാണിച്ച് വിളിക്കുന്നുണ്ട്. അപ്പോൾ ലാൽ സാർ ഓർക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ എന്നെയാണോ സാർ വിളിക്കുന്നത്? കാരണം ഇത്രയും ഒരു മാസം കഴിഞ്ഞിട്ടും ഇത്രയും ദൂരം നിന്ന് എന്നെ കണ്ട് മനസ്സിലായോ? ആകെ ഞാനൊരു കൺഫ്യൂഷനായി പോയി. അപ്പം ഞാൻ പുറകോട്ടൊക്കെ നോക്കി. പുറകോട്ട് നോക്കുമ്പോൾ ആരെയും എന്നെ തന്നെയാണ്. അപ്പം ഞാൻ ചോദിച്ചു, സാർ എന്നെയാണോ എന്ന് ചോദിച്ചു. ആൻ്റണിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പരിസരം മറന്ന് ഓടുമ്പോൾ ഒരു ഫീൽഡ് എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ ഓടിപ്പോകുന്ന സമയത്ത് ഈ പ്രൊഡക്ഷൻ മാനേജർമാർ വന്നിട്ട് എന്നെ ഇങ്ങനെ തടയാൻ വന്നപ്പോൾ ലാൽ സാർ അവിടെ നിന്ന് പോരെ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ സമയത്ത് എന്താ അവിടെ എന്ന് ചോദിച്ച് കുറച്ച് വർത്തമാനം പറഞ്ഞു. നമ്മൾ വേറൊരു അവസ്ഥയിലായിരുന്നു. അവിടെ നിന്ന് ശരിക്കും ഞാൻ തിരിച്ചു വന്ന് ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന വാഹനവും എടുത്ത് ലാൽ സാർ ചെല്ലാൻ പറഞ്ഞ് ഞാൻ ആ ഷൂട്ടിംഗ് മൊത്തം തീരുന്നത് വരെ ലാൽ സാറിൻ്റെ കൂടെ വീണ്ടും ജോലി ചെയ്തു. ആ ജോലി ചെയ്ത് ഞാൻ തിരിച്ച് പോരുന്ന സമയത്ത് ലാൽ സാർ എന്നോട് ചോദിച്ചത്, ആൻ്റണി എൻ്റെ കൂടെ പോരെ എന്ന് പറഞ്ഞു. അല്ല, അതിൽ ഇപ്പം എനിക്ക് തോന്നുന്നത് ഞാനല്ല ആൻ്റണിയെ വിളിച്ചത്, ദൈവം എന്നെക്കൊണ്ട് ആൻ്റണിയെ വിളിപ്പിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അന്ന് മുതൽ ഒരു 29 വർഷം കഴിഞ്ഞു. അപ്പോൾ പറയാത്ത കാര്യങ്ങളിലൊന്നും അല്ല കാര്യം. ഞാൻ അവിടെ എന്താ പറയുക, ഇന്ന് ഞാൻ ഒരു സിനിമ നിർമ്മാണ കമ്പനിയുണ്ട്. അത് മോഹൻലാൽ സാറും നമ്മൾ തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു വാക്കുകളിൽ അല്ലെങ്കിൽ ഓർമ്മയിൽ സൂക്ഷിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് സിനിമ അഭിനയിക്കാൻ മാത്രമേ അറിയാവുള്ളൂ. എൻ്റെ ഒരുപാട് ബാക്കി കാര്യങ്ങളുണ്ടല്ലോ ഒരു മനുഷ്യന്. അത്തരം കാര്യങ്ങളൊന്നും ഞാൻ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളല്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 29 വർഷമായി. എൻ്റെ ഭാര്യയെയും ആൻ്റണിയെയും എനിക്ക് ഒരുമിച്ച് കിട്ടിയിരിക്കുന്നു. മനസ്സിലായില്ലേ? ഒരു പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് തോന്നിയിട്ടുണ്ടാവും എനിക്ക് അവരെക്കാൾ കൂടുതൽ ആൻ്റണിയോടാണ് സ്നേഹമെന്ന്. കാര്യം അവർക്കതിൽ അസൂയുണ്ട്. കാര്യം കൂടുതൽ സമയവും ഞാൻ ആൻ്റണിയുടെ കൂടെയാണ് സഞ്ചരിക്കുന്നത്, കഴിയുന്നതൊക്കെ. പക്ഷേ ഇപ്പം ഞാൻ ധൈര്യമായിട്ട് പറയുന്നു, എൻ്റെ സിനിമാ കരിയറിലുള്ള എല്ലാ ഉയർച്ചയുടെയും അല്ലെങ്കിൽ എൻ്റെ എല്ലാ നന്മയുടെയും പുറകിൽ ആൻ്റണി പെരുമ്പാവൂർ എന്നുള്ളൊരു വ്യക്തിയുണ്ട്. അത് സത്യമാണ്. ആ സത്യത്തെ ഞാൻ മാനിക്കുന്നു.